മേലധ്യക്ഷന്മാർക്കും സമുദായ നേതാക്കന്മാർക്കും സമുദായ സംഘടനകൾക്കും എല്ലാം അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാം. പക്ഷേ അത് ഏതെങ്കിലും മതവൈര്യം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളായിട്ട് മാറരുത്. എന്ന് വെച്ചാൽ SNDP യോഗം ഇപ്പോൾ മതവൈര്യം ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ നടത്തിപ്പോരുന്നു എന്ന് പാർട്ടി കാണുകയാണോ? അത് ഒഴിവാക്കണമെന്നാണോ പാർട്ടി ആവശ്യപ്പെടുന്നത്? അല്ല, കൃത്യമായിട്ട് അതിൽ ആ പ്രസ്താവനയിൽ തന്നെ വ്യക്തമാണല്ലോ. ഇന്ന് പുറത്തു വന്ന പ്രസ്താവന, ആ തരത്തിലുള്ള പ്രസ്താവനകൾ നമ്മുടെ സമൂഹത്തിൽ വൈര്യം ഉണ്ടാക്കുന്ന തരത്തിൽ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. അത് ഏത് സമുദായം നടത്തിയാലും, ഏത് മത അധ്യക്ഷന്മാർ നടത്തിയാലും, ഏത് മതം എന്നുള്ളത് ഏത് മതം നടത്തിയാലും എന്നുള്ള പ്രയോഗത്തിന്റെ സാധ്യതയില്ല. ഇന്നത്തെ പ്രശ്നം എന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ച് നടത്തുന്ന പരാമർശങ്ങൾ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ പോലെ ഒരാൾക്കെതിരെ നടത്തുന്ന ആക്ഷേപം പോലെയുള്ളവയാണ് ഇന്നിപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ അത് SNDP യോഗത്തെ ഉപദേശിക്കുക വഴി SNDP യോഗം ഇപ്പോൾ വർഗീയതയുടെ വഴിയെ പോവുകയാണ്, അത് പാടില്ല എന്നാണോ പാർട്ടി ഉപദേശിക്കുന്നതെന്ന് ചോദിക്കാൻ ഞാൻ. അല്ല, ഇത് കൃത്യമായി ആ പ്രസ്താവനയിൽ വ്യക്തമാണല്ലോ. ഈ കേരളത്തിന്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർക്കുന്ന തരത്തിലുള്ള പ്രസ്താവന ഏത് സാമുദായിക സംഘടന നടത്തിയാലും മതസംഘടന നടത്തിയാലും നേതാക്കന്മാർ നടത്തിയാലും അത് തടയപ്പെടേണ്ടത് തന്നെയാണ്. തടയണം. അങ്ങനെ വെള്ളാപ്പള്ളി നടേശൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ്. ഒന്നാമത് SNDP യോഗത്തെക്കുറിച്ച് ഒരു ഉപദേശ സ്വഭാവത്തിലുള്ള പരാമർശത്തിലുണ്ട്, വിമർശനം പോലും ആണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇത് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ സ്വഭാവമുള്ള പരാമർശങ്ങൾക്കെതിരെയുള്ള കുറിപ്പാണോ ഇത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സ്പെസിഫിക്കായി ആ പശ്ചാത്തലത്തിൽ പുറത്തിറക്കിയിട്ടുള്ളതാണോ, അതോ മൊത്തത്തിൽ കേരളത്തിലുള്ള ഒരു സാരോപദേശ കുറിപ്പാണോ? എന്താണ് ഇതിന്റെ ഒരു ഉദ്ദേശം? എന്താണ്? അല്ല, അത് നിങ്ങൾക്ക് സാരോപദേശ കുറിപ്പ് എന്നൊക്കെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയെ നിങ്ങൾ അങ്ങനെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിശേഷിപ്പിക്കാൻ നിങ്ങളുടെ അധികാരമുണ്ടല്ലോ, അത് വിശേഷിപ്പിച്ചോളൂ. പക്ഷെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൃത്യമായി വിഷയങ്ങൾ പഠിച്ച് ഇന്ന് പുറത്തു വന്ന പ്രസ്താവന ഉൾപ്പെടെ ഉള്ള കേരളത്തിന്റെ മതനിരപേക്ഷ കാഴ്ചപ്പാടുകളെ തകർക്കാൻ വേണ്ടി ഈ പ്രസ്താവന എന്ന് പറയുമ്പോൾ ഈ പ്രസ്താവന ആരുടെ പ്രസ്താവന എന്നൊക്കെ പറയാൻ അരുൺകുമാർ പോലും അമാന്തിക്കുന്നത് ഞാൻ കാണുകയാണ്. ഇന്ന് പുറത്തു വന്ന പ്രസ്താവന വെച്ചാൽ ഇന്ന് കേരളത്തിൽ ഡസൻ കണക്കിന് പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. അതിൽ ഏത് പ്രസ്താവനയാണ് ഉദ്ദേശിക്കുന്നത്? വെള്ളാപ്പള്ളി എന്ന പേര് താങ്കൾ പോലും പറയുന്നില്ല. അപ്പൊ വെള്ളാപ്പള്ളി ഉണ്ടാക്കിയ ഒരു പ്രശ്നത്തെക്കുറിച്ച് ഒരു കുറിപ്പിറക്കുമ്പോൾ വെള്ളാപ്പള്ളിയുടെ പേര് പറയുന്നില്ല, പാർട്ടിയുടെ റെപ്രസെന്റേറ്റീവായ താങ്കൾ പറയുന്നില്ല, വെള്ളാപ്പള്ളി കാന്തപുരത്തിനെതിരെ പറഞ്ഞിട്ടുള്ള സംഗതി അത് പറയുന്നില്ല. നോക്കൂ, ഇത് ആർക്കെതിരെ? ഇതിനു മുൻപ് വെള്ളാപ്പള്ളിക്കെതിരെ കേരള തൊഗാഡിയ എന്ന് വിളിച്ച പാർട്ടി RSSന്റെ നാക്കാകരുത് കേട്ടോ എന്ന് വളരെ തെളിമയോടെ പറഞ്ഞ പാർട്ടി ഇന്ന് ആ പാർട്ടി ഇറക്കിയ കുറിപ്പിൽ പേരൊന്നുമില്ല. കാന്തപുരത്തിനെതിരെ നടത്തിയിട്ടുള്ള പരാമർശം സർക്കാരിനെതിരായ പരാമർശമാണ്, അതിനുള്ള മറുപടി പോലുമില്ല. വസ്തുതകൾ നിരത്തിക്കൊണ്ട് വ്യാജ പ്രചരണത്തിനെതിരെയുള്ള സ്റ്റേറ്റ്മെന്റുകളില്ല, ഒന്നുമില്ല. എന്തൊക്കെയോ ഒന്ന് പൊതിഞ്ഞു പറഞ്ഞിരിക്കുന്നു. അതാണ് ചോദിച്ചത്. എനിക്ക് വ്യക്തത ആവശ്യമുണ്ട്. ആസ് എ ജേർണലിസ്റ്റ് നിങ്ങൾ ഇറക്കിയിരിക്കുന്ന കുറിപ്പ് വെള്ളാപ്പള്ളി നടത്തിയ വർഗീയ പ്രതികരണത്തിനുള്ള മറുപടിയാണോ? അല്ല, കുറെ ആശങ്കകൾ താങ്കൾ പങ്കുവച്ചല്ലോ. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഒരു പാരഗ്രാഫ് തന്നെ വായിച്ചുകൊണ്ട് പറഞ്ഞത്. SNDP യോഗം സ്വീകരിച്ച നിലപാടുകൾ, ആ നിലപാടിന് വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് പറഞ്ഞാൽ ആരാണ് പ്രസ്താവന നടത്തിയെന്നും എന്താണ് പ്രസ്താവന നടത്തിയെന്നും എന്തൊക്കെയാണ് ആ വാചകത്തിന്റെ ഉള്ളടക്കം എന്നും പൊതുസമൂഹത്തിന് ബോധ്യമാണ്. താങ്കൾ തന്നെ തുറന്നോളൂ. വെള്ളാപ്പള്ളിയുടെ പേര് താങ്കൾ മിണ്ടുന്നില്ല അരുൺ. പിന്നെ വെള്ളാപ്പള്ളിയുടെ പേര് പറയുന്ന ആളുണ്ട്, VN വാസവൻ. അദ്ദേഹം പറയുന്നത് വെള്ളാപ്പള്ളി മഹാനാണ് എന്നാണ്. വെള്ളാപ്പള്ളി എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ച ആൾ, ഏത് തരത്തിലുള്ള വിയോജിപ്പുകളെയും മറികടന്നുകൊണ്ട് സത്യം പറയുന്ന ആൾ എന്നൊക്കെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന മുദ്രകൾ. നിങ്ങളാവട്ടെ ആരോ നടത്തിയ പരാമർശങ്ങൾ എന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളിയുടെ പേരേ പറയാതിരിക്കുകയാണ്. ഇതിനൊരു വ്യക്തത തരാമെന്ന് ചോദിക്കുക പാർട്ടിയുടെ പൊസിഷൻ. ഇല്ലില്ല, അതൊക്കെ താങ്കൾ തന്നെ. ഇല്ലില്ല. ഞാൻ ഈ ചർച്ച തുടങ്ങിയതിന് ശേഷം ഇപ്പൊ 4ാമത്തെ തവണയാണ് താങ്കൾ ഇടപെടുന്നത്. എനിക്ക് എന്റെ സമയം തന്നാൽ കൃത്യമായി പാർട്ടിയുടെ നിലപാട് പറയുന്നതിന് ഒരു മടിയൊന്നുമില്ല. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇടപെട്ടിട്ട് ഇന്നത് പറ അത് താങ്കളുടെ മുഴുവൻ സംശയം തീർത്തു തരാനും എനിക്ക് പറ്റില്ലല്ലോ. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് നടത്തിയ പ്രസംഗത്തിന്റെ ഉള്ളടക്കം, ആ ഉള്ളടക്കം കേരളത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കുന്ന തരത്തിലാണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് പാർട്ടിയുടെ പ്രസ്താവന വന്നിരിക്കുന്നത്. അതിൽ SNDPയുടെ നിലപാടും ആ പ്രസ്താവന വന്നതിന് ശേഷം പൊതുസമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞല്ലോ, ശ്രീ വാസവൻ മിനിസ്റ്റർ പറഞ്ഞ വാക്ക്. വാസവൻ മിനിസ്റ്റർ ആ ചടങ്ങിന്റെ ഉദ്ഘാടകനായിരുന്നു. ഒരു 30 വർഷമായി SNDPയുടെ സെക്രട്ടറി എന്ന രൂപത്തിൽ, ജനറൽ സെക്രട്ടറി എന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ആളെ അഭിനന്ദിക്കുന്ന ഒരു ചടങ്ങ്, അത് SNDP യോഗം തന്നെ സംഘടിപ്പിച്ച ചടങ്ങാണ്. ആ ചടങ്ങിൽ ശ്രീ വാസവൻ മിനിസ്റ്റർ ഉണ്ട്, ഹൈബി ഈഡൻ MP ഉണ്ട്, K ബാബു MLA ഉണ്ട്, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട്, അങ്ങനെ പല രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുണ്ട്. അത് ഉദ്ഘാടനം ചെയ്തയാളാണ് ശ്രീ വാസവൻ സഖാവ്. ഉദ്ഘാടനം കഴിഞ്ഞ് അദ്ദേഹം അപ്പോൾ തന്നെ പോയി. അതിനുശേഷം എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സംസാരിച്ചു. ഹൈബി ഈഡനും K ബാബുവും BJP സംസ്ഥാന പ്രസിഡന്റ് അടക്കം സംസാരിച്ചു. അതിനുശേഷം ഏറ്റവും അവസാനം ആ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ്
ഈ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത്. അതുകൊണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശനെ അഭിനന്ദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടോ പറഞ്ഞു ഈ വെള്ളാപ്പള്ളി നടേശൻ ഈ വാക്ക് പറഞ്ഞിട്ടും ശ്രീ വാസവൻ അടക്കമുള്ളവർ പ്രതികരിച്ചില്ല എന്ന വാസവൻ സഖാവ് ഉദ്ഘാടനം കഴിഞ്ഞ് അടുത്ത പ്രോഗ്രാമിൽ പോയി. അല്ല, ഞാൻ പറഞ്ഞത് ഈ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ വർഗീയത ഇളക്കി വിടുന്ന മതവൈര്യം ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇതിന് മുമ്പ് വന്നതാണ്. മലപ്പുറത്ത് ജീവിക്കാൻ ഹിന്ദുക്കൾക്ക് ശ്വാസം മുട്ടുകയാണ് എന്ന് പറയുന്ന വെള്ളത്തിന് തീ പിടിക്കുന്ന വർഗീയത പറഞ്ഞ ഇതിന് മുൻപാണ്. അതിനുശേഷം പിണറായി വിജയൻ അദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, വാസവൻ സംസാരിച്ചിട്ടുണ്ട്. ഒരു വാക്ക് എതിർത്ത് പറഞ്ഞിട്ടില്ല. ഒരാളെയും എതിർക്കേണ്ട സമയത്ത് എതിർക്കാൻ മടി കാണിച്ചിട്ടില്ലാത്ത പിണറായി വിജയൻ പ്ലീസ് അല്ല കള്ളമാണ് അല്ല കള്ളമാണ്. സഖാവ് പിണറായി വിജയൻ തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് തന്നെ ഈ അദ്ദേഹത്തിൽ നിന്ന് വന്ന പ്രസ്താവനകൾ കേരളത്തിന്റെ മതനിരപേക്ഷ ഇടപെടലുകളെ തകർക്കുന്നതാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രസ്താവന അത് SNDP നിന്നായാലും NSS നിന്നായാലോ ജമാഅത്ത് ഇസ്ലാമിൽ നിന്നായാലോ ഏത് സാമുദായിക സംഘടനയിൽ നിന്ന് വന്നാലും ഞങ്ങൾ അതിനെ ഹോണർ ചെയ്യുന്നില്ല. വേദിയിലിരുത്തിക്കൊണ്ട് പിണറായി വിജയൻ ഈ സമീപകാലത്ത് പറഞ്ഞതാണ്. ഞാൻ ചോദിക്കുന്നത്, മലപ്പുറത്ത് ജീവിക്കാൻ ഹിന്ദുക്കൾക്ക് ശ്വാസം മുട്ടുന്നുള്ള സ്റ്റേറ്റ്മെന്റിനെ പിണറായി വിജയൻ എതിർത്തിട്ടുണ്ടോ? ഇവിടെ മതനിരപേക്ഷതയുടെ ഉള്ളടക്കത്തെ തകർക്കുന്ന ഏത് ഇടപെടൽ ആരുടെ ഭാഗത്തുനിന്ന് വന്നാലും അതിനെ ശക്തമായി പ്രതിരോധിച്ച് ഇദ്ദേഹത്തെ കുറിച്ച് RSSന്റെ നാവാകുന്ന ആൾ കേരള തൊഗാഡിയ വർഗീയത പറഞ്ഞപ്പോൾ എടുത്ത നിലപാടാണിത്. അതേ നിലപാട് ഇദ്ദേഹം ഇപ്പോഴും വെള്ളാപ്പള്ളിയോടുണ്ടോ? RSSന്റെ നാവാവുകയാണ് വെള്ളാപ്പള്ളി എന്ന നിലപാട് നിങ്ങൾക്കുണ്ടോ? ആ പറഞ്ഞ അന്നത്തെ നിലപാട് ഇന്നുണ്ടോ? അല്ല, ഓരോ വിഷയം ഉയർന്നു വരുമ്പോഴാണ് ആ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കാൻ ഇടപെടൽ വന്ന സമയത്തെല്ലാം ആ നിമിഷത്ത് തന്നെ പ്രതികരിക്കുകയും അതിശക്തമായിട്ടുള്ള പ്രതിരോധ നിര കെട്ടിപ്പടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കെട്ടിപ്പടുക്കാൻ ഏറ്റവും അർഹതപ്പെട്ട പ്രസ്ഥാനം ഞങ്ങളുടേതാണ്. കാരണം ഇത്തരത്തിൽ സാമൂഹ്യമായ അസമത്വമില്ലാതെ ഈ നാടിനെ മുന്നോട്ട് നയിക്കാൻ ഏറ്റവും സംഘടനാപരമായും ഭരണപരമായിട്ടും നയിച്ച പാർട്ടി എന്ന രൂപത്തിൽ ആര് ശ്രമിച്ചാലും അത്തരത്തിലുള്ള ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കും, തകർക്കും, ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് തന്നെ പ്രതിരോധിക്കും. അതിന് ഉതകുന്ന തരത്തിലുള്ള ഇടപെടൽ ഭരണതലത്തിലും അതോടൊപ്പം തന്നെ സംഘടനാപരമായിട്ടും CPM നടത്തിയിട്ടുണ്ട്, ഇനിയും നടത്തും. ഒരാളെയും ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നവരെ, സമൂഹത്തിൽ വിള്ളലുണ്ടാക്കുന്നവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന നിലപാട് ഭരണകക്ഷി എന്ന രൂപത്തിലോ CPM എന്ന രൂപത്തിലോ സ്വീകരിക്കില്ല.